മൂന്നാം വട്ടവും അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനം മോസ്കോയിൽ. അതേ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ. രണ്ട് യാത്രകൾ, രണ്ട് ലക്ഷ്യങ്ങൾ, രണ്ട് സന്ദേശങ്ങൾ. ജനം ഏത് സ്വീകരിക്കും? രാജ്യത്തെ രണ്ട് നേതാക്കളുടെ യാത്രകളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മൂന്നാം വട്ടവും അധികാരത്തിലേറിയ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനത്തിന് തുടക്കം കുറിക്കുന്നു. മോസ്കോയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഗംഭീര സ്വീകരണം തന്നെ നരേന്ദ്രമോദിക്ക് മോസ്കോയിൽ കിട്ടുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം ആസാമിൽ പോകുന്നു, അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മണിപ്പൂരിലാണ് ഉള്ളത്. രണ്ട് യാത്രകൾ രണ്ട് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് രാജ്യത്ത്. കാരണം മണിപ്പൂർ നമുക്കറിയാം, കഴിഞ്ഞ ഏറെ നാളുകളായി കലാപ കലുഷിതമാണ്. അവിടേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നരേന്ദ്രമോദി. ലോകത്തിൻ്റെ സകലയിടത്തേക്കും പറന്നു പോകുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഒരു വർഷമായി കലുഷിതമായിരിക്കുന്ന മണിപ്പൂരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നു. ഇത്തവണ പാർലമെൻറ്റിലടക്കം അത് ശക്തമായി മുഴങ്ങിക്കേട്ടതുമാണ്. നരേന്ദ്രമോദിക്ക് മറുപടി പറയേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഇത്തവണയും അവിടേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇതുവരെയായിട്ടും കാണുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ പറന്നു പോയിരിക്കുന്നത് മോസ്കോയിലേക്കാണ്, അതിനുശേഷം ഓസ്ട്രിയയിലേക്ക് പോകും. പക്ഷേ പ്രതിപക്ഷം ഇത് വലിയ വിഷയമായി തന്നെ ഏറ്റെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്, പാർലമെൻറ്റിൽ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും പോവുകയാണ്. അദ്ദേഹം ഇത് മൂന്നാം തവണയാണ് മണിപ്പൂരിലേക്ക് പോകുന്നത്. അപ്പോൾ മണിപ്പൂർ ജനത വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ രാഹുലിൻ്റെ ഇന്നത്തെ സന്ദർശനത്തെ കാണുന്നു. അദ്ദേഹം പരിക്ക് പറ്റിയ ആളുകളെ കാണുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണുന്നു. ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നാണ് മണിപ്പൂരിലുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ യാത്രയും വലിയ പ്രസക്തിയുണ്ട്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2021 ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടി. അപ്പോൾ റഷ്യയും വലിയ രീതിയിൽ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് നരേന്ദ്രമോദി വരുമ്പോൾ. ആ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അവിടെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനവും ജനം ഏത് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനം. അതായത് റഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നരേന്ദ്രമോദിയാണോ, മണിപ്പൂരിലേക്ക് പോയി അവിടെയുള്ള ജനതയുടെ കാര്യങ്ങൾ കേൾക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. രണ്ടും വേണ്ടതാണ് സായി. ഇപ്പോൾ റഷ്യയിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ടതുണ്ട്. അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, സഹകരണം വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് മോദി മോസ്കോയിലേക്ക്, റഷ്യയിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിലപാടെന്ത് എന്നുള്ളതൊക്കെ അതിൽ പക്ഷേ ഒരു ആകാംക്ഷയില്ല. കാരണം യുദ്ധം നിർത്തണം എന്ന് ഇന്ത്യ പലതവണ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതൊരു ഔപചാരികമായ ആവശ്യപ്പെടൽ എന്നതിൽ കവിഞ്ഞൊരു ആത്മാർത്ഥത അക്കാര്യത്തിൽ ഇന്ത്യ അപലപിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് വഴങ്ങാൻ ഇന്ത്യ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ റഷ്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ തയ്യാറായതുമില്ല. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പുടിനുമായി എന്ത് സംസാരിച്ചാലും അതിൽ വലിയ അസാധാരണത്വമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൽ കവിഞ്ഞ ഒരു ആകാംക്ഷ അക്കാര്യത്തിൽ വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും വേണ്ട സന്ദർശനമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവിടെ നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏത് സ്വീകരിക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് രാഹുലിൻ്റെ മണിപ്പൂർ സന്ദർശനം തന്നെയായിരിക്കാനാണ് സാധ്യത. കോൺഗ്രസും അത് വളരെ ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകൾ ഇന്നലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ AICCയുടെ മണിപ്പൂരിലെ ഇൻചാർജ് ഗിരീഷ് ചൊടാങ്കർ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, "We want to show that Manipur is very much a part of India. Rahulji's visit, it's not a political one, but just for sharing the pain of the people of Manipur എന്നാണ്. He is going there with the message of love. Wherever there is hatred, he will go with love.
ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രകടമാണ് കോൺഗ്രസ് എന്താണ് ഇതിൽ നിന്നും ലക്ഷ്യമാക്കുന്നത് എന്ന്. എവിടെയാണോ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉയരുന്നത്, അവിടെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി രാഹുൽ എത്തും. ഇതൊരു പൊളിറ്റിക്കൽ അല്ല, മനുഷ്യത്വപരമായ ഒന്നാണ്, വേണ്ടതാണ് എന്ന സന്ദേശം പകരാനാണ് കോൺഗ്രസ് ഇതിലൂടെ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് സംഭവിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് രാജ്യത്ത് സംഭവിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് ഈ പ്രാണപ്രതിഷ്ഠയുടെ, അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ഇതല്ല അതിനുള്ള സമയം. ആ സംഭവത്തെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ശങ്കരാചാര്യ സ്വാമികൾ ആണ്. ഇന്നിപ്പോൾ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞത് ലോക്സഭയിലെ പ്രസംഗം അത് BJP വലിയ രീതിയിൽ രാഹുലിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചല്ലോ. ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലാണ്, അവഹേളിക്കുന്ന രീതിയിലാണ് രാഹുൽ പ്രസംഗിച്ചത് എന്ന്. പക്ഷേ ഇന്ന് ശങ്കരാചാര്യർ പറഞ്ഞത് ആ പ്രസംഗം താൻ മുഴുവനും ഇരുന്ന് കണ്ടു, കേട്ടു. അതിൽ ഒരിടത്ത് പോലും ഹിന്ദുക്കൾക്ക് വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ ഒരു പരാമർശം എനിക്ക് കണ്ടെത്താനായില്ല, ഞാൻ കേട്ടില്ല എന്നാണ്. രാഹുൽ ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയതായി ചിലർ ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്, അവർക്കെതിരെയാണ് നടപടി വേണ്ടത് എന്നുകൂടി സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഹുലിനെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ ഹൈന്ദവാചാര്യന്മാർ പോലും. അവർ അന്നേ നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിച്ചതാണ്. ഇന്ന് അവർ രാഹുലിനെ വിമർശിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും അവർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ രാഹുലിന് പതിവിൽ കവിഞ്ഞ ഒരു സ്വീകാര്യത ഇന്ത്യയിൽ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവം BJPയുടെ ഭാഗത്ത് തന്നെ നിന്നുണ്ടായ ഒരു സെൽഫ് ഗോൾ ആണ്. അത് അമിത് മാളവിയുടെ ട്വീറ്റാണ്. അമിത് മാളവിയ ഇന്നും രാഹുലിനെ പരിഹസിച്ചുകൊണ്ട്, അതും മണിപ്പൂരിലേക്ക് മൂന്നാം വട്ടവും പോകുന്ന രാജ്യത്തിൻ്റെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ടാണ് അമിത് മാളവിയ ട്വീറ്റ് ചെയ്തത്. ബാലബുദ്ധിയുള്ള രാഹുലിൻ്റെ ട്രാജഡി ടൂറിസം എന്നാണ് അമിത് മാളവിയുടെ ട്വീറ്റ്. ഈ ബാലബുദ്ധി അന്നും നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞാണ് ലോക്സഭയിൽ പരിഹസിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ബാലബുദ്ധി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല, കുട്ടികളുടെ ബുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. കള്ളമില്ല, കളങ്കവുമില്ല, കള്ളവുമില്ല, കളങ്കവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുലിന് ബാലബുദ്ധിയാണ് എന്നവർ പരിഹസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ ട്വീറ്റ് ചെയ്ത അമിത് മാളവിക്കും ഒക്കെ മുതിർന്നവരുടെ ബുദ്ധിയായിരിക്കുമല്ലോ. ആ മുതിർന്നവരുടെ ബുദ്ധിയും തന്ത്രവും കൊണ്ടാണ് UPയിൽ ഉള്ള സീറ്റുകൾ മുഴുവൻ നഷ്ടപ്പെട്ടത്. അയോധ്യ അടക്കം BJPക്ക് നഷ്ടപ്പെട്ടത്. ഹരിയാനയിൽ 10ൽ 10 കിട്ടിക്കൊണ്ടിരുന്ന ഹരിയാനയിൽ 5 സീറ്റും നഷ്ടപ്പെട്ടത് ഈ മുതിർന്നവരുടെ ഈ ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിയാലിറ്റി എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിന് തയ്യാറാകുന്ന പ്രതിപക്ഷ നേതാവിനെ വീണ്ടും വീണ്ടും ബാലബുദ്ധി എന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന BJPയും അമിത് മാളവിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്, പ്രതിപക്ഷ നേതാവിൽ നിന്നും വരുന്ന നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല. മോദി മോസ്കോയിലേക്ക് പൊക്കോട്ടെ, റഷ്യയിലേക്ക് പൊക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനു മുമ്പ് മോദി പോകേണ്ടിയിരുന്ന, നിശ്ചയമായും പോകേണ്ടിയിരുന്ന സ്ഥലത്തിൻ്റെ പേരായിരുന്നു, സംസ്ഥാനത്തിൻ്റെ പേരായിരുന്നു മണിപ്പൂർ എന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയം, മൻ കി ബാത്തിൽ പോലും മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല മോദി. അവിടെയും അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടകളെക്കുറിച്ചൊക്കെ മോദി അന്ന് വാചാലനായി. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പും മോദി പരാമർശിക്കേണ്ട ഒരു സ്റ്റേറ്റിൻ്റെ പേരായിരുന്നു, അല്ലെങ്കിൽ മോദി പറയേണ്ടിയിരുന്ന ഒരു വിഷയം ആയിരുന്നു മണിപ്പൂരിലെ കലാപം. അതുണ്ടായില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ മോദിക്ക് പിഴച്ചു, പക്ഷെ രാഹുലിന് പിഴച്ചില്ല. രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര, രണ്ടാമത് രാഹുൽ മണിപ്പൂരിലേക്ക് പോകുന്നത് ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യത്തെ യാത്രയാണ്, രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ യാത്രയും ആണ് മണിപ്പൂരിലേക്ക്. തുടങ്ങേണ്ട സ്ഥലത്ത് നിന്നും ഇനി അടുത്ത ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് ഇതാ നിശ്ചയമായും മണിപ്പൂരിൽ നിന്ന് രാഹുൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് രാഹുലിന്. ആ ലക്ഷ്യം രാഹുൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ഗുജറാത്ത് പിടിക്കുക എന്നുള്ളതാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും അടുത്ത ലക്ഷ്യം. നിങ്ങൾ അന്ന് ഗുജറാത്തിൽ രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അയോധ്യയിൽ
തോൽക്കും, BJP തോൽക്കും എന്ന് നിങ്ങൾ കരുതിയിരുന്നോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരോടാണ് ചോദിച്ചത്. കരുതിയിരുന്നില്ല, ആരും കരുതിയിരുന്നില്ല അയോധ്യയിൽ BJP തോൽക്കും എന്ന്. വാരാണസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോകും, ഭൂരിപക്ഷം കുത്തനെയിടിയും എന്ന് നിങ്ങൾ കരുതിയിരുന്നോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചു. അയോധ്യയിൽ BJP തോറ്റു, അയോധ്യ BJPക്ക് നഷ്ടപ്പെട്ടു, അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലം BJPക്ക് നഷ്ടപ്പെട്ടു. വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 5.5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി കുത്തനെ ഇടിയുകയും ചെയ്തു. 1 മണിക്കൂറോളം സമയം വാരാണസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സാധിച്ചുവെങ്കിൽ ഗുജറാത്തിൽ നമ്മൾ ഭരിക്കും, ഗുജറാത്ത് നമ്മൾ ഭരിക്കും, ഗുജറാത്ത് നമ്മൾ പിടിക്കും എന്നാണ് രാഹുൽ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത്. അതിലേക്കുള്ള യാത്ര മണിപ്പൂരിൽ നിന്ന് രാഹുൽ തുടങ്ങി വച്ചിരിക്കുന്നു. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. മോസ്കോയിൽ മോദി പോയതാണോ, മണിപ്പൂരിലേക്ക് രാഹുൽ പോയതാണോ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന യാത്ര? അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ വരവേൽപ്പ് നൽകുന്നത് ആർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഈ ഘട്ടത്തിൽ അതിൻ്റെ ഉത്തരം രാഹുലിനായിരിക്കും. രാഹുലിനായിരിക്കും ഈ രണ്ട് യാത്രകളിൽ ജനങ്ങളുടെ സ്വീകാര്യത കൂടുതലായി കിട്ടാൻ പോകുന്നത് എന്നാണ്. ഇതിലിപ്പോൾ സുബീഷ്, ഇതിപ്പോൾ 400 സീറ്റ് നേടി ഒരു മഹാവിജയം നേടിയതിനു ശേഷമാണ് മോസ്കോയിലേക്ക് പോകുന്നതെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇതിനേക്കാൾ വലിയ ശോഭയും പ്രൗഢിയും ഉണ്ടാകുമായിരുന്നു. നരേന്ദ്രമോദിയും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അദ്ദേഹത്തിനല്ലെങ്കിലും ഇന്ത്യയിൽ മോദി ബ്രാൻഡ് ഇപ്പോൾ ആവശ്യത്തിലധികമായി കഴിഞ്ഞു. ലോകത്ത് തന്നെ ഒരു അതിശക്തനായ നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി പണിയെടുക്കുന്നത്. അദ്ദേഹത്തിന് അറിയാലോ, ഇപ്പോൾ ഇവിടെ ഒരു വിദേശ നേതാവ് വരുമ്പോൾ പോലും ഇവിടുത്തെ ചേരികൾ മറച്ചുവെക്കുകയും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ മണിപ്പൂർ ഇങ്ങനെ കത്തുകയാണ് എന്ന് ലോകത്തിന് മുന്നിൽ പറയുകയും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് പ്രധാനമന്ത്രി എന്ന് പോലും ചില ചെറിയ കോളം വാർത്ത വരുന്നത് പോലും നരേന്ദ്രമോദിക്ക് ക്ഷീണമല്ല. പക്ഷേ ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളടക്കം എടുത്തു നോക്കൂ, നരേന്ദ്രമോദി മോസ്കോയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എന്ന് അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ രാഹുലും കോൺഗ്രസും കൊടുക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദിവസം തന്നെ നരേന്ദ്രമോദി മോസ്കോയിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെ മണിപ്പൂരിലേക്ക് രാഹുൽ പോകാൻ തീരുമാനിച്ച ആ തീരുമാനം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ മോസ്കോ യാത്രയും അതിനുശേഷമുള്ള ഓസ്ട്രിയ യാത്രയും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളുമൊക്കെ കൊണ്ടുപിടിച്ച് ആഘോഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മണിപ്പൂരിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളും വാർത്തകളും കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ നേരത്തെ അമിത് മാളവ്യ രാഹുൽ ഗാന്ധിയെ കളിയാക്കിയതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ജയറാം രമേശൊക്കെ നരേന്ദ്രമോദിയെയും കളിയാക്കുന്നുണ്ട് അവിടെ. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അസമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ ഇന്ത്യയുടെ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് പോവുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിവെച്ചതായി അവകാശപ്പെട്ടിരിക്കുന്ന നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിയുടെ വക്താക്കൾ മോസ്കോ യാത്രയിൽ കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് പറഞ്ഞത് ഇന്ത്യക്കാർക്ക് വേണ്ടി 2 മണിക്കൂർ നരേന്ദ്രമോദി ഇടപെട്ടിട്ട് അവിടുത്തെ യുക്രൈൻ യുദ്ധം റഷ്യ നിർത്തിവെപ്പിച്ചിരുന്നുവെന്ന്. അത്രയും കരുത്തനായ ഇടപെടാൻ കരുത്തുള്ള ഒരു നേതാവിൽ നമുക്ക് ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്, അസൂയയുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ലോകത്തിലെ യുദ്ധങ്ങൾ പോലും നിർത്തിവെപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് നരേന്ദ്രമോദി. അപ്പോഴാണ് സ്വാഭാവികമായി ലളിതമായി കോൺഗ്രസ് അടക്കം ചോദിക്കുന്നത്, എന്നിട്ടെന്തേ 1 വർഷമായി പുകയുന്ന മണിപ്പൂരിൽ അത് അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയാതെ വരുന്നു എന്നുള്ളത്. ആ ലളിതമായ ചോദ്യത്തിന് മുന്നിൽ BJP പതറും എന്നുറപ്പാണ്. അതുതന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ മോസ്കോയിലേക്ക് വരികയാണെങ്കിൽ റഷ്യയിലേക്ക് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് എന്തായാലും അന്തർദേശീയ പ്രസക്തിയുണ്ട്. കാരണം റഷ്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ സുബീഷ്, യുക്രൈനിലെ സെലൻസ്കിയുമായും പുടിനുമായും ഒരേ സമയം ചർച്ച നടത്തിയ ആളാണ് നരേന്ദ്രമോദി. ഈ 2 നേതാക്കൾക്കിടയിലും സ്വീകാര്യനായ വ്യക്തി. അപ്പോൾ അവിടെ എന്ത് സ്ട്രാറ്റജി ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്നു എന്നുള്ളത്, ഈ യുദ്ധത്തെ തള്ളിപ്പറയാൻ, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലതവണ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ അപലപിക്കാൻ, റഷ്യ അപലപിക്കാൻ അല്ലെങ്കിൽ റഷ്യയെ പിണക്കാനോ യുക്രൈനെ കൂടെ കൂട്ടാനോ ഒന്നും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം റഷ്യയുമായി ചർച്ചകൾ നടക്കുന്നു. അവിടെ ഇപ്പോൾ കേരളം അടക്കം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇവിടെയുള്ള ആളുകളെ പോലും വ്യാജമായി പ്രലോഭിപ്പിച്ച് റിക്രൂട്ട് ചെയ്ത് അവിടുത്തെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിശിതമായി വിമർശിക്കാൻ നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ തയ്യാറാകുമോ എന്നാണ് ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിരവധി കരാറുകളിൽ ഒപ്പിടാനുണ്ട്. അത്തരത്തിലുള്ള നിരവധി വിവരങ്ങളും ഒക്കെ വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണ്ടതാണ്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അന്തർദേശീയ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള വിവിധമായിട്ടുള്ള കരാറുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ സ്വന്തം രാജ്യത്ത്
ആളിക്കത്തുന്ന ഇത്തരത്തിലുള്ള കലാപത്തി അണയ്ക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അല്ലേ? അതെ, അതാണ് രാജ്യത്തെ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ, ഒരു മിനിമം കൂറ് എന്ന് പറയുന്നത്. രണ്ട് യാത്രകളും വേണ്ടതാണ് സായി. നമ്മളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇത് മോദിക്ക് ഏകപക്ഷീയമായി അല്ലെങ്കിൽ മോദിയെ ഏകപക്ഷീയമായി എതിർക്കുന്ന ഒരു നയം നമ്മൾ സ്വീകരിക്കുന്നില്ല. രണ്ട് യാത്രകളും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആവശ്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി ഒരുപക്ഷെ കോൺഗ്രസിനും രാഹുലിനും ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും മണിപ്പൂർ യാത്ര എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മണിപ്പൂരിലേക്ക് ഒരിക്കൽ പോലും പോകാതിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മോസ്കോയിലേക്ക് പോയ നരേന്ദ്രമോദി ഇടയ്ക്ക് ഫ്രാൻസിലേക്ക് കൂടി ഒന്ന് നോക്കണം എന്നാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഫ്രാൻസിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. തീവ്ര വലതിനെ തളച്ച് ഫ്രഞ്ച് ഇടത് വിപ്ലവം അവിടെ സാധ്യമായിരിക്കുകയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് തീവ്ര വലത് കക്ഷിയായ നാഷണൽ റാലിക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് 143 സീറ്റ് മാത്രമാണ്. പക്ഷേ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ PCF ഉൾപ്പെട്ട സഖ്യമുണ്ട്, ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം. അവർക്ക് 182 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇമ്മാനുവൽ മക്രോണിൻ്റെ റിനൈസൻസ് പാർട്ടി ഉൾപ്പെട്ട സഖ്യത്തിന് 162 സീറ്റാണ്. അവിടെ ഉണ്ടായത് ഇപ്പോൾ ഇന്ത്യയിൽ BJPയുടെ ഒരു ഏകപക്ഷീയമായ ആധിപത്യത്തെ എങ്ങനെയാണോ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു അലയൻസ് രൂപീകരിച്ചുകൊണ്ട് എതിർത്തത്, അതേ രീതിയിൽ ആണ് മാക്രോണിൻ്റെ പാർട്ടിയും ഈ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ PCF ഉൾപ്പെട്ട സഖ്യവും എല്ലാം ചേർന്ന് ഒന്നിച്ച് എതിരിട്ടത് തീവ്ര വലതുപക്ഷത്തെ. അങ്ങനെയാണ് അവിടെ വിജയം സാധ്യമായത്. 218 മണ്ഡലങ്ങളിൽ, അതായത് വോട്ട് ഭിന്നിച്ച് ഡിവൈഡ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള 218 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഏകാധിപത്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ എതിരാളികൾ ഒന്നിച്ചു നിന്ന് തോൽപ്പിക്കും എന്ന സന്ദേശം ആണ് ഫ്രാൻസിൽ നിന്നും ഇപ്പോൾ ഈ ഭരണമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിൽ നിന്നും ലഭിക്കുന്നത്. അത് നരേന്ദ്രമോദിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ജനാധിപത്യം എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂടി നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തയ്യാറാകണം എന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. അത് ഉന്നയിക്കുമ്പോൾ രാജ്യം നേരിടുന്ന പ്രതിസന്ധി എന്ത് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അത് ബാലബുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന നയം ഒരു കാരണവശാലും ശരിയല്ല. അത് സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും വ്യക്തിയെ വ്യക്തിപരമായി ആക്രമിക്കുക, അവഹേളിക്കുക, ആ രീതിയിൽ മനോവീര്യം തകർക്കുക എന്നതല്ല വേണ്ടത്. അവിടെ ആരോഗ്യപരമായ ഒരു ഡിബേറ്റിന്, എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ ഒരു ആരോഗ്യപരമായ സംവാദത്തിന് BJPയോ നരേന്ദ്രമോദിയോ തയ്യാറാകാത്തത്? അതാണ് വേണ്ടത്. ആരോഗ്യപരമായ സംവാദമാണ് ഈ വിഷയത്തിൽ ജനം ആഗ്രഹിക്കുന്നത്. അതിന് BJPയും നരേന്ദ്രമോദിയും തയ്യാറാകണം. മോസ്കോയിൽ പോയി വരട്ടെ, അതിനുശേഷമെങ്കിലും മണിപ്പൂരിലേക്ക് ഒരു വട്ടമെങ്കിലും പോകാൻ, കലാപബാധിതരെ നേരിട്ട് കാണാൻ, അവരെ സാന്ത്വനിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകട്ടെ. പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മണിപ്പൂരിൽ ചെയ്യാൻ കഴിയുക പ്രധാനമന്ത്രിക്കും അവിടെയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഒക്കെയാണ്. അപ്പോൾ കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും കയ്യിലുള്ള BJP എന്ത് ചെയ്യും ഇനി മണിപ്പൂരിൽ എന്നുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ICL Finco, the intelligent choice.